ചൂടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം തുടങ്ങിയത്. ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നത് ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പത്തനംതിട്ടയിലെ കോന്നിയിലും ഇടുക്കിയിലെ മൂന്നാറിലും ഉയർന്ന UV സൂചിക രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കോന്നി, മൂന്നാർ എന്നിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ്. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിൽ ഈ നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപം, ത്വക്ക് രോഗങ്ങൾ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും കരുതൽ വേണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, മറ്റ് ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ ഉള്ള ആളുകളും ഈ ജാഗ്രത കൃത്യമായി പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ശരീരം മുഴുവൻ മറയ്ക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. അങ്ങനെയൊക്കെയുള്ള പല മുന്നറിയിപ്പുകളുണ്ട്. അത് എല്ലാവരും കൃത്യമായി പാലിക്കണം. അതിനോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതാണ് പാമ്പുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കോടാലി സ്വദേശി ഫിൽജോയുടെ മകൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ആൽജോ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റാണ് എന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാമ്പ് കടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്ന് ആ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ വീണ്ടും അവിടെ കണ്ടത്. അപ്പോൾ അവിടെ കൂടുതൽ പാമ്പുകൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതൊരു വനപ്രദേശത്തോട് ചേർന്ന വീടാണ്. അവിടെ വീണ്ടും പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് അത് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ ഇതിനെ തല്ലിക്കൊന്നു. വനത്തോട് ചേർന്ന ഒറ്റ നില വീടാണ് ഇവിടെ. കുറച്ച് ശ്രദ്ധ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കട്ടിലിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് അറിയാതെയാണ് കുട്ടികൾ അവിടെ കിടന്നുറങ്ങിയത്. അപ്പോൾ അതൊക്കെയാണ് വലിയൊരു ദുരന്തമായി നമുക്ക് മുന്നിലുള്ളത്. ഈ ചൂട് കൂടുമ്പോൾ അത് പാമ്പുകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയം കൂടിയാണ്. വേനൽ ചൂട് കൂടിയതോടെ തണുപ്പ് തേടിയാണ് ഈ പാമ്പുകൾ എത്തുന്നത് എന്ന മുന്നറിയിപ്പാണ് സർപ്പവിദഗ്ധർ നൽകുന്നത്. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനാണ് പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി ഇറങ്ങുന്നത്. ഇത്തരത്തിൽ വീടിനകത്തും ശുചിമുറികളിലുമെല്ലാം ഇവ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നവർ പറയുന്നു. സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ചൂടുകാലം പാമ്പുകളുടെ പ്രജനന സമയം കൂടിയാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൂടുതലായും ഈ സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആൽജോയുടെ വീട്ടിൽ കണ്ടത്. അവിടെ ഇനിയും കുട്ടികളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കുഞ്ഞു പാമ്പാണ് എങ്കിൽ പോലും അതിന് വിഷമുണ്ട്. അത് വലിയ പാമ്പിനേക്കാൾ കൂടുതലാണ്, വിഷമേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് പറയുന്നത്. നമുക്ക് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ GS റോഷ്നിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? ടൈലൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിനകത്ത് ടൈൽസിൽ കൂടെ ഇപ്പൊ പലരും പറയാറുണ്ട് ടൈലിൽ കൂടെ എഴിഞ്ഞു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും എഴിഞ്ഞു പോകാൻ പറ്റും. ചുവരിൽ കൂടെ കയറുമോ എന്ന് ചോദിക്കും. ചുവരിൽ കൂടെ കയറും, ഉറപ്പായിട്ടും കയറും. അതിനൊരു ഗ്രിപ്പ് കിട്ടുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ തണുത്ത പ്രതലങ്ങൾ നോക്കിയാണ് വരുന്നത്. നമ്മുടെ വീടിനുള്ളില് നമ്മളെപ്പോഴും ഫാൻ ഉണ്ടാവും, AC ഉള്ള സ്ഥലങ്ങളുണ്ടാവും. AC-ക്ക് അകത്ത് നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് AC-ക്ക് അകത്ത് നിന്നാണ് ഒരു വില്ലൂന്നിയുടെ ഒരു 5 പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത്. AC-യുടെ ഉള്ളിൽ നിന്നാണ്. ഒരെണ്ണം കയറി പോകുന്ന കണ്ടാണ് നോക്കിയത്. 5 എണ്ണം അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള തണുത്ത സ്ഥലങ്ങളിൽ അത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കിപ്പോ ബാത്റൂമില് തറയിൽ വെള്ളം വീഴുന്ന വെള്ളം ഒഴുകി പോകാനായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പറമ്പിലോ സിറ്റിയിലാണെങ്കിൽ അടുത്ത ഓടയിലോ എങ്ങാനോ ആയിരിക്കും. അപ്പൊ അതുവഴി അത് കയറി നമ്മുടെ വീടിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മെഷ് വെച്ചിട്ട് നമ്മൾ ഈ ബാത്റൂമിനകത്തുള്ള ഹോളൊന്ന് ക്ലോസ് ചെയ്യുക. വെള്ളം പോകാൻ മാത്രമായിട്ട് ചെറിയ നെറ്റ് വെച്ച് അടയ്ക്കുക. അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതും ചെറിയ നെറ്റ് വെച്ചിട്ട് വെള്ളം പോകാൻ മാത്രമായിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ അടുക്കളയിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പും അതുപോലെ ചെയ്യുക. വാഷിംഗ് മെഷീന്
ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ സാധാരണ വർക്ക് ഏരിയയിലൊക്കെയാണ് വെക്കാറ്. അതിനും ഇതുപോലെ പൈപ്പ് പുറത്തോട്ട് കിടക്കും. ആ പൈപ്പും ഇതുപോലെ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. അതിന്റെ ഉള്ളിൽ എപ്പോഴും നനവായിരിക്കും, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും ചെന്ന് കരിയിലൊക്കെ പറക്കാൻ വേണ്ടിയിട്ടോ ഇല വീടുന്ന എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കൈയിടുന്നത്. അതിന്റെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന പലയിടങ്ങളിലും പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വേനൽക്കാലത്താണ് അതിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക എന്നാണ് റോഷ്നിയുടെ തന്നെ വാക്കുകൾ സൂചിപ്പിച്ചാൽ പറയാനുള്ളത്. എല്ലാവരും കരുതിയിരിക്കുക, അല്പം കെയറോടുകൂടി ഈ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടൽ നടത്തുക. പാമ്പുകൾക്കിരിക്കാൻ സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഒഴിവാക്കുക എന്നതൊക്കെയാണ് പറയാനുള്ളത്. ജീവൻ എപ്പോഴും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ കരുതൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.